ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സാധാരണ പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാണ്. രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചിട്ട് അപ്പച്ചമ്പിലേക്ക് ഒഴിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് തട്ടൊക്കെ വെച്ച് എണ്ണയൊക്കെ തൂത്ത് മാവൊക്കെ ഒഴിക്കുന്നുണ്ട്. ഇവിടെ സാധാരണ തിങ്കളാഴ്ച ദിവസമാണ് ഗ്യാസ് വരുന്നത്. ഇപ്രാവശ്യം ബുക്ക് ചെയ്തിട്ട് തിങ്കളാഴ്ച ഗ്യാസൊന്നും കിട്ടിയില്ല, വന്നിട്ടും ഇല്ലായിരുന്നേ. അതുകൊണ്ട് ഇനിയിപ്പം സൂക്ഷിച്ചും കണ്ടൊക്കെ ഗ്യാസ് ഉപയോഗിക്കണമല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ആയതുകൊണ്ട് വിറകൊക്കെ കിട്ടും, നമുക്ക് അടുപ്പിലാണെങ്കിലും വെച്ചുണ്ടാക്കാം എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ അടുപ്പൊന്നുമില്ല, ഗ്യാസ് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ റോക്കറ്റ് അടുപ്പൊക്കെ നല്ല ഫേമസ് ആയിട്ട് വരുന്നുണ്ടല്ലേ. ഇപ്പോൾ അടുപ്പൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വിറകൊക്കെ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇങ്ങനത്തെ ഒരു റോക്കറ്റ് അടുപ്പ് മേടിക്കുന്നത്. 2500 രൂപയ്ക്കുള്ളിലേ വില വരത്തുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് വിറകടുപ്പൊന്നും കെട്ടലും ഒന്നും നടക്കുകയല്ല, അതിനൊക്കെ നല്ല ചിലവ് വരും, പൈസ ചിലവൊക്കെ നല്ലോണം വരുമല്ലോ. അപ്പോൾ ചെറിയ പൈസയ്ക്ക് നമ്മൾ വിറകടുപ്പൊക്കെ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു അടുപ്പ്. ഇതിന് 3 ലെവലിലുള്ള സ്പീഡുണ്ട്. പിന്നെ കുറച്ച് വിറകും മതി കേട്ടോ, നല്ല തീയും നല്ല ചൂടും ഒക്കെ ഉണ്ടാവും. 4 മണിക്കൂർ ചാർജ് ചെയ്താൽ 20 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചിരട്ടയും ചകിരി അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇട്ട് കത്തിക്കാൻ പറ്റും. പിന്നെ ഹോട്ടലുകളിലും അങ്ങനെ എല്ലാം ആയിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്. ബാറ്ററി ഫാൻ കണക്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തീ ഊതിയിട്ട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. സാധാരണ വിറകടുപ്പിലൊക്കെ നമ്മൾ ഊതുന്ന പോലെ ഊതുമൊന്നും വേണ്ട, വിറക് നീക്കി ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. ആ ഫാൻ കറങ്ങുന്നതിൻ്റെ ശബ്ദം ഉണ്ടാവും ഈ അടുപ്പ് കത്തുന്ന സമയത്ത്. ചേട്ടായിയുടെ പച്ചക്കറിയുടെ ചോട്ടിൽ നിന്ന് കാടൊക്കെ പറിച്ച് കളയുകയും വളമിട്ട് കൊടുക്കുകയും വെള്ളം ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ 2 ദിവസം നല്ല മഴ പെയ്തായിരുന്നേ. എല്ലായിടത്തും മഴ പെയ്തായിരുന്നോ? ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ ശ്രദ്ധിച്ച് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പിന്നെ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. വിറകും അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ഉപയോഗമൊക്കെ കുറയ്ക്കാൻ പറ്റും. പക്ഷേ അതൊന്നും ഇല്ലാത്ത, പിന്നെ അതൊന്നും വെക്കാൻ സാഹചര്യമില്ലാത്ത ആൾക്കാർക്ക് ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. ഇൻഡക്ഷൻ കുക്കറും പിന്നെ ഗ്യാസും ഒക്കെ ആയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ചേട്ടായി ഇന്നിപ്പോൾ ലീവാണ് കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ ചെടിക്കും പച്ചക്കറിക്കൊക്കെ വെള്ളം ഒഴിക്കുകയും അതൊക്കെ നോക്കാനൊക്കെ വേണ്ടി ഇറങ്ങിയത്. പിന്നെ ഞാൻ രാവിലെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വെട്ടി കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാമൻ്റെ വീട്ടിൽ നിന്ന് സാമ്പാറൊക്കെ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് പിന്നെ മീനൊക്കെ കറി വെക്കാനൊക്കെ വേണ്ടി പോകുക. അപ്പോൾ ഞാൻ ഗ്യാസ് ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കുക്കറിൽ തന്നെ വെക്കും. നമ്മൾ അടുപ്പിൽ എന്തെങ്കിലും സാധനം വെച്ചാൽ അത് അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തിളയ്ക്കുകയും ചെയ്യും, പെട്ടെന്ന് വേകുകയും ചെയ്യും. അതുപോലെ തന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് റൈസ് കുക്കർ ഉപയോഗിക്കാം. പിന്നെ കട്ടി കുറഞ്ഞ പാത്രങ്ങളൊക്കെ ഗ്യാസിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുവാണെങ്കിൽ കട്ടി കുറഞ്ഞ പാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടായി കിട്ടുമല്ലോ. പിന്നെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കെറ്റിലിനകത്ത് വെച്ചിട്ട് നൂഡിൽസ് ഉണ്ടാക്കുകയും മുട്ട പുഴുങ്ങുകയും പഴം പുഴുങ്ങുകയും അങ്ങനെ ഓരോന്നൊക്കെ കെറ്റിലിൽ വെച്ചിട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ കെറ്റിൽ മേടിക്കുമ്പോൾ അതിൻ്റെ കവറിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, ഇത് വെള്ളം തിളപ്പിക്കാനല്ലാതെ വേറെ ഒന്നിനും ഉപയോഗിക്കരുത്, വെള്ളം തിളപ്പിക്കാനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കെറ്റിലിൽ വെച്ചിട്ട് ഇതുവരെ ഒന്നും ഉണ്ടാക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. ചായയോ കാപ്പിയോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചിട്ട് കപ്പിൽ പൊടിയും പഞ്ചസാരയും ഇടും. പാൽപ്പൊടി ഇടുന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ഇടും. എന്നിട്ട് ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ ചൂടായി വരണമെങ്കിൽ കുറേ സമയം പിടിക്കുമല്ലോ. അതിനകത്തൊക്കെ വെക്കുന്ന സാധനം ആരോഗ്യത്തിന് നല്ലതാണ്, ടേസ്റ്റുമാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അതൊക്കെ മാറ്റിയിട്ട് കട്ടിയൊക്കെ കുറഞ്ഞ പാത്രമൊക്കെ വെച്ചിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം. പിന്നെ പാത്രത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് പാത്രം ചൂടാക്കണം. അല്ലെങ്കിൽ വെള്ളം പറ്റാൻ വേണ്ടിയിട്ടും വെറുതെ ഗ്യാസ് കളയണ്ടേ. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അതിന് വേണ്ട പൊടികളും പച്ചക്കറികൾ അരിഞ്ഞതും എല്ലാം സ്റ്റൗവിൻ്റെ അടുത്ത് വെച്ചിട്ട് സ്റ്റൗവൊക്കെ ഓണാക്കിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാവുള്ളൂ. അതുപോലെ തന്നെ ചൂടുവെള്ളം എപ്പോഴും കുടിക്കുന്ന ആൾക്കാർ അങ്ങനെ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫ്ലാസ്കിൽ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നിറച്ച് വെക്കാമല്ലോ. ചോളമാണേ, പറിക്കല്ലേ. അവിടെ ഇന്നൊന്നും വന്നില്ല.
പിന്നെ വിളിച്ച പറഞ്ഞു ഒരു ദിവസം വിട്ട് ഒരു ദിവസം വരുള്ളൂ. ഒന്നിടെ വിട്ട ദിവസം വരാൻ. ചീട്ട് ചോദിക്കാൻ ചീട്ടുണ്ടോ വീട്ടിലടുത്ത് ചീട്ടുണ്ടോ ചോദിക്കാൻ വേണ്ടി. നമ്പറല്ലേ, ഫോൺ നമ്പറല്ലേ? ഫോൺ നമ്പർ ചീട്ടിലുണ്ട്. അതാ എന്റെ ഫോണിലുണ്ട്. വേണോ? ഒന്ന് പരിവേറ്റ് കൊടുക്ക. ഇവിടെ ടാപ്പൊന്നും ഇല്ലല്ലോ, ഇവിടെ എല്ലാം അങ്ങോട്ടാക്കി വെച്ചേക്കാം. ടാപ്പില്ല. നിങ്ങൾ ടാപ്പ് ചെയ്ത വേനലായ ടാങ്കിലേക്ക് വെള്ളം കയറാൻ ബുദ്ധിമുട്ടാന്ന് ഇങ്ങനെ പറയും, ആരും പറയും. അപ്പൊ അന്ന് ഞങ്ങൾ ടാപ്പ് പറഞ്ഞ എക്സ്ട്രാ. ഇവിടെ ടാപ്പൊന്നും ഇല്ലാത്തോണ്ട് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാ. അവിടുത്തെ ടാങ്ക് എത്രയാ? അത് 1000 ആണോ? 1000ന്റെ. ഞാനിപ്പോൾ ചെയ്യുന്നത് ഭക്ഷണമൊക്കെ ഒന്നിച്ച് ഉണ്ടാക്കി വെക്കും. പിന്നെ സാമ്പാർ പോലെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ അത് 2-3 ദിവസത്തേക്ക് കണക്കാക്കിയിട്ടാണ് വെക്കുന്നത്. എന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. എന്നിട്ട് നമുക്ക് എത്രയാണോ ഒരു നേരം വേണ്ട അത് മാത്രം പുറത്തെടുത്ത് തണുപ്പൊക്കെ മാറ്റിയതിന് ശേഷം ചൂടാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണ്. കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ 3-4 ടൈപ്പ് കറികൾ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ നിർത്തി. പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കി വെക്കുകയും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ സ്നാക്സ് ഉണ്ടാക്കലൊക്കെ കുറേ കുറച്ചു. അവൽ നനയ്ക്കുകയോ പിന്നെ ചമ്മന്തി ഉണ്ടാക്കുകയോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കറികളൊക്കെ ഉണ്ടാക്കാം. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അടുപ്പിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ട് അത് മറന്നു പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോടെങ്കിലും ഫോൺ വിളിച്ച് സംസാരിച്ചോ അല്ലെ ആരെങ്കിലും അയൽവക്കംകാരൊക്കെ വന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുപ്പിൽ വെച്ച കാര്യം അങ്ങ് മറന്നു പോകുമല്ലോ. കഴിഞ്ഞ ദിവസം ഇവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു. അന്നേരം KSEBന്ന് ആൾക്കാർ വന്നിട്ട് ഈ മരക്കൊമ്പുകളൊക്കെ വെട്ടിക്കളയുമല്ലോ. അങ്ങനെ ഇവിടെയുള്ള മരക്കൊമ്പൊക്കെ വെട്ടിയതുകൊണ്ട് മുറ്റത്ത് അടിക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ അയൽപക്കത്തുനിന്ന് എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ്, റേഷനരിയുടെ ചോറൊക്കെ വെക്കുവാണെങ്കിൽ അത് തിളച്ചിട്ട് അത് തീ ഓഫാക്കി വെച്ചാൽ മതി. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അത് വെന്തോളും. പിന്നെ രണ്ടാമത് തിളപ്പിക്കൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. എനിക്കിനി അങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. എനിക്ക് റൈസ് കുക്കർ ഉള്ളതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. അവർക്ക് റൈസ് കുക്കർ ഇല്ലാത്തതുകൊണ്ട് അവർ പണ്ട് മുതലേ ചോറ് അങ്ങനെയാണ് വെക്കുന്നത്. അരി ഇട്ടിട്ട് അരി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫാക്കി നന്നായിട്ട് അടച്ച് വെക്കും. പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഊറ്റുകയാണ് ചെയ്യുന്നത്. അന്നേരം വെന്തിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. ചൈനീസ് ക്യാബേജ് ഇന്നാൾ നട്ടില്ലായിരുന്നു. അത് തോരൻ വെക്കാൻ പറിക്കാനുള്ള പരുവത്തിന് വലുപ്പമായിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണും ചേട്ടായും കൂടെ മുറ്റത്ത് കുറച്ച് കോവയ്ക്കൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ പറിക്കുവാണ്. കോവലിൻ്റെ വള്ളിയൊക്കെ ഉണങ്ങി തുടങ്ങി. ഇരുണ്ട് മൂടി മഴയൊക്കെ വരുന്നുണ്ട്. ചെറുതായിട്ട് മഴ ചാറിയും തുടങ്ങിയിട്ടുണ്ട്. അക്കുവും ചേട്ടയും കൂടെ പെട്ടെന്ന് ജാറൊക്കെ കഴുകി വൃത്തിയാക്കുക കേട്ടോ. നമ്മുടെ ഇവിടെ ജലനിധിയുടെ മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് ഒരു ദിവസം വെള്ളം വരാതിരുന്നു കേട്ടോ. പിന്നെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ ഒപ്പിച്ചു. മഴ പെയ്യുമ്പം മഴ നനയാതെ ഇരിക്കുന്ന ചെടിച്ചട്ടികളൊക്കെ എടുത്ത് മഴ നനയുന്ന പോലെ വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം മിറ്റം അടിക്കുന്ന സമയത്ത് എല്ലാം എടുത്ത് അടുക്കി പറക്കി ഒതുക്കിയൊക്കെ വെക്കുക കേട്ടോ. അങ്ങനെയൊക്കെ മിറ്റമൊക്കെ അടിച്ച് വാരിയൊക്കെ കഴിഞ്ഞു. മഴ ചാറുന്നുണ്ട്, അതുകൊണ്ടാണ് കുടയൊക്കെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് ടാങ്കൊക്കെ കഴുകുന്നത്. ഞാൻ അവൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അവൽ മിൽക്കൊക്കെ ഉണ്ടാക്കി വെക്കണം. വൈകുന്നേരം ചായയും കാപ്പിയൊന്നും വെക്കുന്നില്ല. കുറച്ച് അവൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുവാണ്. ഇതാകുമ്പോൾ എല്ലാവർക്കും വയറും നിറയും, വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം മാറുമല്ലോ. പഴമൊക്കെ നന്നായിട്ട് ഞാൻ ഉടച്ചു വെച്ചു. പിന്നെ ടൂട്ടി ഫ്രൂട്ടി 2 കളർ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് രണ്ടും ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നിലക്കടല നന്നായിട്ട് വറുത്ത് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തതാണ്. നിലക്കടല ഒത്തിരി ഒന്നും ഇവിടെ ഇരിപ്പില്ലായിരുന്നു, വേറെ മേടിക്കാൻ മറന്നും പോയി. കുറച്ചിവിടെ ഇരുന്നത് എടുത്തതാണ് കേട്ടോ. കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ പഞ്ചസാര, അത് നമ്മുടെ മധുരത്തിന് അനുസരിച്ച് കുറച്ച് പഞ്ചസാരയും കൂടെ പഴത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തണുത്ത പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്ക് പച്ചപ്പാൽ ഉപയോഗിക്കുന്ന അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കാച്ചി വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അക്കുവിനോടും ചേട്ടായോടും വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഓർക്കാതെ ഈ പൊരിയവലുണ്ടല്ലോ അത് ഞാൻ ഈ പാലിലേക്ക് മിക്സ് ആക്കി കേട്ടോ. മിക്സ് ആക്കിയപ്പോഴാണ് ഓർക്കുന്നത് ഇതിനകത്തല്ലോ ഇടേണ്ട, ഗ്ലാസ്സിലേക്കാണല്ലോ എന്ന്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രത്യേകം ഓർക്കണം കേട്ടോ. ഇതിനകത്തേക്ക് മിക്സ് ആക്കില്ല, തണുത്ത് പോയാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഈ പൊരിയവൽ കടിക്കുമ്പോൾ ഇങ്ങനെ നല്ല കറുമുറാന്നിരിക്കണം. അതുകൊണ്ട് ഗ്ലാസ്സിലേക്ക് പൊരിയവൽ ഇടാവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഓർത്തപ്പോൾ അതുകൊണ്ട് പിന്നെ വേഗം കലക്കി മിക്സാക്കി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അല്ലെങ്കിൽ ഈ അവൽ തണുത്ത് പോയാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ പഴവും പഞ്ചസാരയും പാലും കൂടെ മിക്സ് ആക്കിയില്ല, അത് ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് പൊരിയവലിട്ട് പിന്നെ പഴവും പാലും മിക്സ് ആക്കിയതും കുറച്ച് മുകളിലേക്കിട്ട് അങ്ങനെ ലെയറാക്കി എടുത്താൽ മതിയേ.
ആ കപ്പിൻ്റെ അടിയിൽ പാല് കട്ടയായിട്ട് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതാ കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി, നിലക്കടല എല്ലാം ഇട്ട് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അലങ്കരിക്കുന്നതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ കുറച്ച് ബൂസ്റ്റും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും ഐസ്ക്രീമും എല്ലാം വെച്ച് ഒന്ന് അലങ്കരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കേട്ടോ. ഇതൊന്നും എല്ലാ സാധനങ്ങളും വേണം നിർബന്ധമൊന്നുമില്ല. ഇത് പല രീതിയിലും പലരും ഉണ്ടാക്കും. കുറച്ച് ഐസ്ക്രീമും കൂടെ ഒക്കെ മിക്സ് ആക്കാനുണ്ടെങ്കിൽ ഈ അവൽ മിൽക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണേ. ഡെക്കറേഷൻ വർക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. പിന്നെ പൊരിയവൽ പാലിലിട്ട് തണുക്കുന്നതിന് മുമ്പ് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചത് കൊണ്ട് അങ്ങനെ സോഫ്റ്റായിട്ട് കുതിർന്നൊന്നും പോയൊന്നും ഇല്ലായിരുന്നേ. അതിന് മുമ്പ് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വേഗം ഒന്ന് കഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.